വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് എന്നും 4 മണിക്കിടുന്ന ഈ സന്ദേശം ധാരാളം പേർക്ക് അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രോത്സാഹനത്തിനായി നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എനിക്കിന്ന് പറയാനുള്ളൊരു സന്ദേശം ഇതാണ്. നമുക്കറിയാം, വേദപുസ്തകവും പഠിക്കും, ദൈവം ആദ്യ മനുഷ്യനായ ആദമിനെ അവരെ സൃഷ്ടിക്കുമ്പോൾ ആദമിനെയാണല്ലോ സ്പിരിറ്റുമെല്ലാമാണ് ഏറ്റവും മുൻപിൽ നിന്ന്, ആത്മാവ്, ദേഹം, ദേഹി. എന്നാൽ താൻ പാപം ചെയ്യുമ്പോൾ ഇതെല്ലാം കീഴ്മേൽ മറിയുകയാണ്, ജഡം അവിടെ വരികയാണ്. അതാണ് ജഡമെന്ന് വേദവസം, ഫ്ലഷ് എന്നല്ല കാർണൽ എന്ന് വേദവസം പറയുന്നൊരു തലമാണത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നാം ഒരു യേശുവിനെ കർത്താവായി സ്വീകരിച്ചതുകൊണ്ടോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ടോ നമ്മുടെ ജഡം അവിടെ തീരുന്നില്ല. ആ ജഡ മനുഷ്യനെ അനുദിന ജീവിതത്തിൽ വചനധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും, പൗലോസിൻ്റെ രീതിയിൽ പറഞ്ഞാൽ, ഞാൻ നാൾതോറും മരിക്കുന്നു, ആമേൻ, ഞാൻ പ്രസംഗിച്ച് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്ര ചെയ്യുന്നത്. ദണ്ഡനമെന്ന് പറയുമ്പോൾ നാം ശിക്ഷിക്കുന്ന ഒരു മതകർമ്മമല്ല. അവിടെ അനുദിന ജീവിതത്തിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങളെ കൊണ്ടുവരിക. വേണം ഇങ്ങനെ പറയാം, ദൈവവചനം പറയുന്നു, those who are led by the spirit of the Lord, they are sons of God. ആത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അത് അനുദിന ജീവിതത്തിൽ, അതാണ് വേദപുസ്തകം പറയുന്ന വേർപാട്. നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശീമോൻ ദാനും മന്ത്രവാദി സ്നാനപ്പെട്ട് സഭയോട് ചേരുന്ന ഫിലിപ്പോസിനോട്. പക്ഷേ അതേ ശീമോനാണ് പിന്നെ ദ്രവ്യം കൊടുത്ത് ആ കൈവെപ്പ്, ആ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ് തരണമെന്ന് പറയുമ്പോഴാണ് പത്രോസ് പറയുന്ന വാക്കുണ്ട്, നിൻ്റെ ഹൃദയം കയ്പാണ്, സാത്താൻ്റെ വഞ്ചനയിൽ നീ കുടുങ്ങിയിരിക്കുക. പിന്നെ എന്തിനാ ഈ മനുഷ്യനെ സ്നാനപ്പെടുത്തി? അപ്പോൾ അയാളെ സ്നാനം നിങ്ങൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അയാളിൽ മാനസാന്തരം വന്നപ്പോൾ അവിടെ സ്നാനം പെട്ടെന്ന് അവിടെ കൊടുക്കുകയാണ്. പക്ഷെ പിന്നെയും സഭയാകുന്ന ഹോസ്പിറ്റൽ വേണേൽ പറയാം, ആ വ്യക്തി പണിയപ്പെടുകയാണ്. അതാ പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി. കറാചുളുക്കം, മാലിന്യം, വാട്ടം ഇല്ലാത്ത മണവാട്ടിയായി ആ ആത്മമണവാളനെ കർത്താവിൻ്റെ മുമ്പിലേക്ക് അനുദിന ജീവിതത്തെ നമ്മളെ ഒരുക്കി കൊടുക്കുകയാണ്. അതിന് എപ്പോഴും നാം ഹിയർ ഐ ആം, യേസ് ലോർഡ്, അടിയൻ ഇതാ നാം പറഞ്ഞെങ്കിലേ ദൈവത്തിന് നമ്മെ പണിത് കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ്, മഹാപുരോഹിതന് ദാസൻ്റെ കാതറക്കാൻ വാള് പെട്ടെന്ന് ഊരി വെട്ടിയ പത്രോസ്. ശ്രദ്ധിക്കണം, നമുക്കറിയാം ഓരോ കാര്യങ്ങൾ പത്രോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി പ്രവർത്തിക്കുന്ന പത്രോസ്. എല്ലാ കാര്യങ്ങളിലും യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയാൻ തക്കവണ്ണം, പിതാവിൻ്റെ ആത്മാവിനെ പെട്ടെന്ന് പ്രാപിക്കത്തക്കവണ്ണം ഒരുക്കപ്പെട്ട പത്രോസ്. ഇതേ പത്രോസ് കർത്താവിനോട് പറയുക, ക്രൂശിനെ കുറിച്ചും കഷ്ടാനുഭവത്തെക്കുറിച്ചും പറയുമ്പോൾ, നിനക്കത് ഭവിക്കരുതേ, കർത്താവിന് സാത്താനെ നീ എനിക്ക് ഇടർച്ചയാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യനായ പത്രോസ്, നാം മനസ്സിലാക്കണം, തന്നിൽ വാളെടുത്ത് വെട്ടുന്ന ഒരു മുൻകോപി, അല്ലെ പണിയപ്പെടാത്തൊരു മനുഷ്യൻ തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു ഫീര് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം കർത്താവിന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, ഞാൻ നിനക്ക് വേണ്ടി ജീവനെ വെച്ച് കളയുമെന്ന് പറഞ്ഞ പത്രോസ് ആ 3 ബാല്യക്കാരുടെ മുമ്പിൽ തള്ളി പറയാനും പ്രാകുവാനും ആണയിടാനും തുടങ്ങിയ പത്രോസ്. അങ്ങനെ ഭീരുവായ, തള്ളിപ്പറയുന്ന, ഉപേക്ഷിക്കുന്ന ഒരു പത്രോസ് ഉള്ളിലുണ്ടായിരുന്നു. മനസ്സിലാക്കണം, പെട്ടെന്ന് ചാടിക്കേറി കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരു പത്രോസ് ഉണ്ടായിരുന്നു. അമരൂപമലയിൽ 3 കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞു. കാരണം അവിടെ ഒതുങ്ങാനല്ലായിരുന്നു കർത്താവിൻ്റെ മിനിസ്ട്രി. പക്ഷേ ഇവിടെ കുടിലുണ്ടാക്കി നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കാൻ, ശുശ്രൂഷയൊന്നും വേണ്ട, കഷ്ടാനുഭവം പറഞ്ഞപ്പോൾ നിനക്കത് വേണ്ട എന്ന് പറഞ്ഞൊരു പത്രോസ് അകത്തുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾ കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അനുദിന ജീവിതങ്ങളിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കടന്നു പോകുന്ന ആൾക്കാർ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ജഡമുണ്ട്. അപ്പോൾ ആത്മാവ്, അതാണ് ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, അതിനെ ജയിക്കുന്നവനാണ് ആത്മീയൻ. അതാണ് വേർപാട്. അല്ലാതെ പുറമെ എന്തെങ്കിലും ചെയ്യുന്നതല്ല. 5 മിനിറ്റ് കൊണ്ട് വിശുദ്ധനാകാം. 5 മിനിറ്റ് പോലും വേണ്ട ഒരു വിശുദ്ധനാകാൻ. പെട്ടെന്ന് ചിലർ നോക്കിയാൽ എന്താ ഒരു മാറ്റം. പക്ഷെ എന്ത് അകത്തെ മാറ്റം? ആമേൻ. അതിനനുദിന ജീവിതം, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. ഈ ഫോളൻ വേൾഡിൽ, വീണുപോയ ലോകത്ത് കർത്താവ് എന്നെ സഹായിക്കണം. പൗലോസ് പറയുന്നുണ്ട്, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോളണം. അപ്പം ഈ ലോകത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ കരുത്തനാകണം. ആത്മാവ് വേണം തീരുമാനമെടുക്കാൻ. അയ്യോ, ഞാൻ ദൈവത്തിന് കൊടുക്കണോ? അയ്യോ, ഞാൻ പള്ളിയിൽ പോകണോ? അയ്യോ, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണോ?
അല്ലേ ഞാൻ ആ ദേവദാസനെ അങ്ങനെ ഒരു വിഷയം കേട്ടു, ഇങ്ങനെ സത്യമാണോ, അതിനു മുമ്പ് ഞാൻ പറയണോ? ഇതൊക്കെ തീരുമാനം എടുക്കണേ. ആത്മാവ് നിങ്ങളെ നിയന്ത്രിക്കണം. ഒരിക്കൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്ക് ഒരു മത്സരത്തിന് 2 നായ്ക്കൾ ഡോഗ് ഷോയാണ്. അപ്പോൾ ഇതിന് ഏതാ ജയിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ആ നടത്തുന്ന ആ ട്രെയിനർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് തോക്കും, ഭക്ഷണം കൊടുക്കുന്നത് ജയിക്കും. അവിടെ ഒന്നിന് ഭക്ഷണം കൊടുക്കുക, കുതിരകളാണെങ്കിൽ പോലും ഹോഴ്സ് റേസിൽ അവിടെ ചോദിക്കുന്നത് എന്തിന് ഭക്ഷണം കൊടുക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതിനാണ് ഭക്ഷണം കൊടുക്കുന്നത്? നിങ്ങളുടെ ജഡത്തിന് വേണ്ട ഇച്ഛകൾക്കുള്ള ഇഷ്ടത്തിനുള്ള ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ജഡം ഉയരും നിങ്ങളിൽ. പത്രോസിനെ പോലെ പെട്ടെന്ന് വാളെടുക്കാൻ നിങ്ങൾ ശക്തനാവും. പക്ഷേ നിങ്ങൾ ആത്മാവിനാ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ പത്രോസ് പറഞ്ഞ പോലെ നാഥാ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. ഹല്ലേലൂയ. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? 3 വട്ടം തള്ളിപ്പറഞ്ഞവൻ. ആമേൻ. അതൊക്കെ പിന്നീടാ നടക്കുന്നതെങ്കിൽ പോലും മഹാപുരോഹിതന്റെ ഇത് കൊല്ലാൻ വാളെടുക്കുന്ന പത്രോസ് വേണം ഇങ്ങനെ പറയാം, കർത്താവിന്റെ മരണപുനരുദ്ധാനത്തിന് ശേഷം ഞങ്ങൾക്ക് എന്നാ ലഭിക്കും? ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു, എല്ലാം വിട്ടിറങ്ങിയതാണല്ലോ, ഞങ്ങൾക്ക് എന്തോ ലഭിക്കുമെന്ന് ചോദിച്ച പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകളോടെ മേലിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ അകത്ത് വെട്ടുന്ന ഒരു പത്രോസുണ്ട്, വാളെടുത്ത് വെട്ടുന്ന ഒരു പത്രോസ്, കുറ്റം പറയുന്ന പത്രോസുണ്ട്. ക്രൂശിനെ കഷ്ടാനുഭവങ്ങളൊന്നും വേണ്ട, കഷ്ടമൊന്നും വേണ്ട, യേശു എല്ലാം ചെയ്തു എന്ന് പറയുന്ന പത്രോസുണ്ട് നമ്മുടെ അകത്ത്. എന്നാൽ അനുദിന ജീവിതത്തിൽ നാൾതോറും ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിക്കുകയാണ്, ഞാൻ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കുക ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു പറയുന്നൊരു പൗലോസ് നിങ്ങളിലുണ്ടോ? ഞാൻ എന്നോടുകൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറ്റമൊക്കെ പറയുമ്പോൾ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിന്തിച്ചോണം, കർത്താവിൻ്റെ വരവ് വരെ പണിയപ്പെട്ടുകൊണ്ടിരിക്കും. ആരും പൂർണ്ണനല്ല. നമുക്കറിയാം, ആ സമ്പത്തുള്ള യുവാവിനോട് പറഞ്ഞു, നല്ലവനായ ഗുരു, യേശു എന്തിനാ പറഞ്ഞേ? എന്നെ എന്തിനാ നല്ലവനെന്ന് വിളിക്കുന്നു? ഒരുവൻ മാത്രമേ ഉള്ളൂ, എന്തിനാ പറഞ്ഞേ? അദ്ദേഹം പോലും യേശുവിനറിയാം മനുഷ്യ അവതാരം താൻ എടുത്തു, ദൈവപുത്രനാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് നല്ലവൻ ഒരുവനേ ഉള്ളൂ. എന്നിട്ടും ചോദിക്കണം, നിങ്ങൾ ആരെന്നിൽ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? ഞാൻ നിങ്ങളോട് എനിക്കെന്ന് പറയാനുള്ളത്, ഒറ്റയടിക്ക് മിസ്രൈമിനെ അടിച്ചു വന്നവനായിരുന്നു മോശ. പക്ഷെ ആ മോശയെ ദൈവം പണിതു. ആ മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് വലിയ ജനലക്ഷത്തെ വരും കാലങ്ങളിൽ നയിക്കാനായി ആ താഴ്വരയിൽ മോശയെ ദൈവം പണിതു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോശയോളം സൗമ്യനായവൻ ആരുമില്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതേ പത്രോസിനെ അറിയാം, ഇവനെ ആടിയോലയെന്ന ഓടെ ഇവൻ ശീമോന, പക്ഷെ ദൈവം അവനെ വിശ്വാസത്തോട് വിളിച്ച പത്രോസ് എന്ന പാറ, പേട്രിക്, ആമേൻ. അവനെ വിളിച്ചത് പാറ എന്നാണ്, പെട്ര. ആമേൻ. നമുക്കറിയാം, ദാവീദിൻ്റെ ഉള്ളിൽ നല്ല ആരാധിക്കുന്ന ഒരു ആത്മാവുണ്ടായിരുന്നു, നല്ല ആരാധം. നമുക്കറിയാം, പഞ്ഞിനൂലങ്കി അണിഞ്ഞ് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന ഒരു ദാവീദ്. എന്നാൽ കണ്ണ് പഴച്ച് പാപം ചെയ്യുന്ന ഒരു ദാവീദിനെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിലായി, ഞാൻ രക്ഷിക്കപ്പെട്ടു, സൗരി വേർപെട്ടോ, സൗരം വേർപെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിന്തിച്ചോ, പലതിലും ഒരു വേർപെട്ടിട്ടില്ല. ഹൃദയത്തിൽ നിന്ന് പലതും ചത്തിട്ടില്ല. പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ, അമ്മച്ചി പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണമേ. സ്നാനപ്പെട്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, കുതിർന്ന ഭാവിയുണ്ട്, കുതിരുക, വെള്ളത്തിൽ കുതിരുക. പണ്ട് ഓടിച്ചിട്ട് ചിലരെ സ്നാനപ്പെടുത്തി പറയും. ആദ്യമ കാലങ്ങൾ എനിക്കറിയത്തില്ല. ഒരാളെ പോക്കറ്റ് ഷർട്ടും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഒരാളെ സ്നാനപ്പെടുത്തിയപ്പോൾ സഹോദരനോട് നീക്കി അവനെ ഓടിച്ചു. അവൻ ഓടി അവനെ പിടിച്ചു. കാര്യം അന്നൊക്കെ കാണിക്കണം ഇത്ര പേരെ സ്നാനപ്പെടുത്തി. പക്ഷെ അവൻ്റെ എല്ലാം നനഞ്ഞ ഭാവിയാവില്ല. ചിലതൊക്കെ ചാകണം, ചിലതൊക്കെ മരിക്കണം, ചിലതൊക്കെ ചാകണം, മരിക്കണം. ആത്മാവ് നിങ്ങൾ ഉയരണം. ആത്മാവിലാണ് നീ തീരുമാനം എടുക്കുന്നെങ്കിൽ നീ വേറൊരാളുടെ കുറ്റം നീ ഷെയർ ചെയ്യത്തില്ല. ആത്മാവിലാണ് നടക്കുന്നെങ്കിൽ നീ ചേർത്തുകൊള്ളും. ആത്മാവിലാണ് നടക്കുന്നെങ്കിൽ നീ നഗ്നത കണ്ട് നീ എക്സ്പോസ് ചെയ്യത്തില്ല. നീ വസ്ത്രം കൊണ്ട് ആ നഗ്നത മറയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സൗഖ്യത്തെ കുറ്റം പറയുന്ന ദൈവാസന്മാർ സൂക്ഷിച്ചോണം. ഒരു വലിയ പീഡനങ്ങളിൽ ആർക്കും സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ എത്ര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങൾ 1000 പേര് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിതച്ചത്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കരുത്. കാരണം നമുക്ക് ആത്മാവിനെ വിവേചിക്കണം. കർത്താവ് പറയുന്നുണ്ട്, സകല ദൂഷണവും ക്ഷമിക്കും, ആത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കത്തില്ല. കാരണം കർത്താവ് ബെത്സബൂലിനെയും കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞ പോലെ. ചെയ്യുന്ന ശുശ്രൂഷകൻ ഒരുപക്ഷെ ദൈവാത്മാവിലാണെങ്കിൽ വെറുതെ ആ ശാപം നമ്മുടെ തലയിൽ വലിച്ചു വെക്കല്ലേ. അങ്ങനെ അവസ്ഥയിലൂടെ നമ്മൾ പോയാൽ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. നമ്മുടെ നാവാ. പലരും പറഞ്ഞ് എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് അനുഗ്രഹം വേണ്ടാന്നേ. പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്ത പിരിവിന്, ആവശ്യമില്ലാത്തൊരു സഹായത്തിന് നീ പോകുന്നേ? ഞാൻ 2015 പോയതാ മസ്കറ്റിൽ.
ഞാനൊന്നൊരു ചർച്ചയിൽ ചെല്ലുമ്പോൾ ധാരാളം ദൈവദാസന്മാരോടിരിക്കുന്നു. ഒരാളോട് ചോദിച്ചെന്ന് പറഞ്ഞു, ഒരു ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുക, നീ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തിനാ അവിടെ പോയി? ഞാൻ ദിവസങ്ങളുടെ തീരുമാനമെടുത്തു. എനിക്കെന്നും ഞാൻ 10 കൊല്ലം ഒരു സ്ഥലത്ത് ജോലി ചെയ്ത ആളാണ്. എനിക്കെന്തൊരു വിസിറ്റിംഗ് വിസ കിട്ടും. ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇനി അമേരിക്കയല്ല, ലണ്ടനല്ല, ഭൂമിയുടെ അറ്റമാണെങ്കിലും ഒരാൾക്കൊരു വിടുതൽ എന്നിലൂടെ ഒരു ശുശ്രൂഷ നീ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ നീ കൊണ്ടുപോയാൽ മതി. പൈസ ഉണ്ടാക്കാൻ ഞാൻ പോകത്തില്ല. കാരണം മന്ന ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളൊന്ന് നോക്കണം. എൻ്റെ കൂടെ വരുന്ന കൂട്ടായ്മയിൽ മന്ന പൊഴിയുന്ന ഞാൻ അത്ഭുതകരമായി ജീവിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നോ എന്ന് പറയരുത്. പിന്നെ വലിയ പാടാ നിനക്ക് ലഭിക്കാൻ, വലിയ പാടാ. സൗഖ്യം നീ വേണ്ടാന്ന് പറയരുത്, ഇതെല്ലാം കള്ളവാ നീ പറയരുത്, തട്ടിപ്പാ നീ പറയരുത്. കാര്യം മുട്ടുവേദനയ്ക്കും അത് അനുഭവിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരു വേദന അനുഭവിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് നീ ഇതിനെ നിഷേധിക്കരുത്. 1000 പേരോട് പ്രാർത്ഥനാ വിഷയം നീ ചോദിച്ചാലും നീ വിതച്ചത്. കാരണം നമുക്ക് ഇന്നെനിക്കിത് അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം വാലെടുക്കുന്ന പത്രോസും കുറ്റം പറയുന്ന പത്രോസും ഒറ്റയടിക്ക് കൊല്ലുന്ന മോശയും യൂര്യാവിൻ്റെ ഭാര്യയെ കണ്ട് നോക്കുന്ന ഡേവിഡും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. വളരെ ഗൗരവമായിട്ട് പറയും. എനിക്ക് തീപ്പൊരി പ്രസംഗം നടത്തുന്ന ഒരു ദൈവദാസനെ എനിക്കറിയാൻ പറ്റും. അതിനോട് പറഞ്ഞൊരു കാര്യം, പക്ഷേ എനിക്ക് ഈ ഒരു മണ്ഡലത്തിൽ എനിക്ക് രക്ഷപ്പെടാനൊക്കത്തില്ലായിരുന്നു. ഫോണോഗ്രാഫി എന്തോ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ചെയ്യല് ഹൃദയങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. എന്തിനേലും നീ അഡിക്റ്റ് ആയാൽ അതിൽ നിന്ന് പുറത്തു വരണം. അഡിക്ഷന് ദൈവമക്കൾ പുറത്തു വരണം. നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളാരും പൂർണ്ണരല്ല. ഞാൻ ഈ പ്രസംഗിക്കുന്നത് ഞാൻ പൂർണ്ണനല്ല. ഓരോ ദിവസവും കർത്താവെ കൃപ തരണേ, കൃപ തരണേ, ഇവിടെയാണ് കുറവ്, എവിടെയാണ് കുറവ്. അങ്ങനെ നമുക്ക് പോയാൽ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം, കർത്താവ് വരുന്നിടം വരെ നാം പണിയപ്പെടണം. ആഹാരം ആത്മാവിന് കൊടുക്കണം, ജഡത്തിന് ആഹാരം കൊടുക്കരുത്. ജഡത്തിന് ആഹാരം കൊടുക്കുമ്പോൾ ജഡം കൈയെടുക്കും. പണ്ട് എന്നോടൊരു ദൈവദാസൻ പറഞ്ഞാണ്, ഒരാൾക്കൊരാളെ പെട്ടെന്ന് കൈയെടുത്ത് അടിക്കാൻ കൃപ ചോദിക്കേണ്ട, പക്ഷെ കൈയെടുക്കാതിരിക്കാൻ കൃപ വേണം. പെട്ടെന്ന് നാവ് കൊണ്ട് ഒരാളെ മുറിക്കാൻ കൃപ വേണ്ട, പക്ഷെ നാവ് കൊണ്ട് മുറിക്കാതിരിക്കണേ കൃപ വേണം. മൗനമായിരിക്കാൻ കൃപ വേണം. ഓരോ ദിവസവും ദൈവവചനത്തിലേക്ക് ചിന്തിക്കുവാൻ കൃപ വേണം. പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസൻ്റെ വാക്ക് പറയാൻ കൃപ വേണം. അതുകൊണ്ട് ആത്മാവ് മുന്നേ നിൽക്കട്ടെ. ആ ഭക്ഷണം, നമുക്ക് ചിലതിന് ഭക്ഷണം കൊടുക്കണ്ട. നമ്മൾ ചോദിക്കുന്ന ജഡം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കുറ്റം പറ, അശുദ്ധി വേണം, കള്ളത്തരം വേണം, തന്നെ കൂട്ടുകെട്ട് വേണം, മദ്യപാനം വേണം, മയക്കുമരുന്ന് വേണം, മറ്റുള്ള കുറ്റം പറയണം, പരിഹാസോടെ ഇരിപ്പെടുത്തിയിരിക്കണം. പേരിന് എന്നെ കണ്ടില്ലയോ, ഞാനൊരു വിശ്വാസിയാണ്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. അവന് ഭക്ഷണം കൊടുക്കരുത്. ആത്മാവിൻ്റെ ആഹാരം കൊടുക്കണം. ആത്മാവിൻ്റെ ആഹാരമാണ് ദൈവവചന ധ്യാനം. ആത്മാവിൻ്റെ ആഹാരമാണ് ദൈവദാസന്മാരുടെ കൂട്ടായ്മ. ആത്മാവിൻ്റെ ആഹാരമാണ് ഉപവാസ പ്രാർത്ഥനകൾ. ആത്മാവിൻ്റെ ആഹാരമാണ് ദൈവിക കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നത്, ആത്മാവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം. ആ വഴിയിൽ പോയാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പത്രോസായി, ഒരു മോശയായി, ദൈവം ആഗ്രഹിക്കുന്ന എൻ്റെ മോശയോളം സൗമ്യനായ, എൻ്റെ ദാവീദിനെ പോലെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ, എൻ്റെ പത്രോസിനെ പോലെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ പോലെ എന്നൊക്കെ പറയാൻ. അബ്രഹാമിനെ കുറിച്ച് പറയും വിശ്വാസമുള്ള പിതാവ്. ഇതുകൂടെ പറഞ്ഞാൽ നിർത്താം. പക്ഷെ ക്ഷാമം വന്നപ്പോൾ ഓടി. സ്വന്തം ഭാര്യ പെങ്ങളാന്ന് പറഞ്ഞ് കൊടുത്ത പാർട്ടിയാണ് പുള്ളി. ആമേൻ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും ദൈവം അവനെ സ്നേഹിതനെന്നാണ് വിളിച്ചത്. നമ്മൾ പറയും വിശ്വാസമുള്ള പിതാവ്. എത്ര വട്ടം പുള്ളി അവിശ്വാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം കണ്ടെന്നറിയോ, കംപ്ലീറ്റ്ലി വിളിക്കാമെന്നങ്ങ് വീണ് ദൈവത്തിൻ്റെ മുമ്പിൽ മിസ്റ്റേക്കുകളെല്ലാം കണ്ടു പറഞ്ഞു. കർത്താവേ, ഒടുവിൽ ദൈവം വെളിപ്പെടുത്തും, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിക്കുന്നത്. അതാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി. കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പക്ഷെ അതിനു മുമ്പിൽ എഴുന്നേൽക്കുന്ന പത്രോസായിട്ടല്ല, ആമേൻ, സമർപ്പിക്കുന്ന വ്യക്തിയായി മാറാം. വലിയൊരു മാറ്റം ദൈവം നമുക്ക് തരട്ടെ. ഈ സന്ദേശം അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.